ഒരിടത്ത് ഒരു പാവം കൂലിപ്പണിക്കാരനുണ്ടായിരുന്നു. രാമാനന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തനിക്ക് കിട്ടുന്ന ജോലികൾ നന്നായി ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ട് അയാൾ സുഖമായി ജീവിച്ചു. കിട്ടുന്നതൊക്കെ അന്നന്നത്തെ ആവശ്യത്തിനായി അയാൾ ചിലവഴിച്ചു. ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഉപദേശിച്ചു: "നീ ഇങ്ങനെ കിട്ടുന്ന പണമെല്ലാം അപ്പോഴപ്പോൾ ചിലവഴിച്ചാൽ എങ്ങനെയാണ്? ഭാവിയിലേക്ക് കുറച്ച് കരുതി വയ്ക്കണ്ടേ? ദിവസവും കുറച്ച് മാറ്റിവെക്കൂ." കൂട്ടുകാരൻ പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അന്നു മുതൽ കുറച്ച് പണം അദ്ദേഹം ഒരു കുടുക്കയിൽ വിട്ടു വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസവും പണം ഇട്ടിരുന്ന ആ കുടുക്ക പതിയെ നിറഞ്ഞു വന്നു. പണം നിറഞ്ഞതോടെ രാമാനന്ദന് പരിഭ്രാന്തിയായി. ഇതിനി എവിടെ സൂക്ഷിക്കും? ചിലവാക്കാനാണെങ്കിൽ ആവശ്യവുമില്ല. രാമാനന്ദൻ വലിയ ഒരു കുടുക്കയിലേക്ക് തൻ്റെ സമ്പാദ്യം മാറ്റി. കുറേ നാൾ കഴിഞ്ഞു. ആ കുടുക്കയും നിറഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ വേറെ കുടുക്കയൊന്നുമില്ല. ഇനി ഞാൻ ഇത് എവിടെ സൂക്ഷിക്കും? എന്തായാലും ഇതിങ്ങനെ കുടുക്കയിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ലല്ലോ. ഇതൊഴിവാക്കി വേറെ എന്തെങ്കിലും ചെയ്യാം. അടുത്ത ദിവസം രാമാനന്ദൻ പണവുമായി പട്ടണത്തിലെത്തി. ഒരു സ്വർണ്ണാഭരണശാലയിലാണ് രാമാനന്ദൻ ചെന്നത്. അയാൾ കടയുടെ ഉടമസ്ഥനായ സേഠനോട് പറഞ്ഞു: "എനിക്ക് ഈ പണം മാറ്റി സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഉപായം പറഞ്ഞു തരാമോ?" "അതിനെന്താ? ഈ പണത്തിന് നല്ല ഒരു വജ്രാഭരണം വാങ്ങി വെച്ചോളൂ. സൂക്ഷിക്കാനും എളുപ്പമാണ്. ആവശ്യം വരുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം," കടയുടമ പറഞ്ഞു. അങ്ങനെ രാമാനന്ദൻ വജ്രത്തിൻ്റെ ഒരു നെക്ലേസ് വാങ്ങി. അതോടെ രാമാനന്ദൻ്റെ മാനസിക പ്രശ്നവും തുടങ്ങി. "എനിക്ക് എന്തിനാണ് ഈ നെക്ലേസ് കൊണ്ട് കാര്യം? ഞാനിതെന്ത് ചെയ്യും?" അപ്പോഴാണ് രാജകൊട്ടാരത്തിലേക്ക് പുതിയ വസ്ത്രങ്ങളുമായി പോകുന്ന ഒരു വസ്ത്രവ്യാപാരിയെ രാമാനന്ദൻ കണ്ടത്. അതോടെ ആ നെക്ലേസ് രാജകുമാരിക്ക് സമ്മാനമായി കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു. നെക്ലേസ് രാജകുമാരിക്ക് കൊടുത്തയച്ചതോടെ രാമാനന്ദൻ സമാധാനമായി കിടന്നുറങ്ങി. വ്യാപാരി കൊടുത്ത നെക്ലേസ് രാജകുമാരിക്ക് വളരെ ഇഷ്ടമായി. ഇത് സമ്മാനമായി തന്നയാൾക്ക് കൊടുക്കുന്നതിനായി രാജകുമാരി ഒരു കെട്ട് പട്ടുവസ്ത്രങ്ങൾ കൊടുത്തയച്ചു. രാജകുമാരി കൊടുത്തയച്ച പട്ടുവസ്ത്രങ്ങൾ കണ്ട രാമാനന്ദൻ വീണ്ടും പരിഭ്രമിച്ചു. "ഈ വസ്ത്രങ്ങൾ ഞാനെന്ത് ചെയ്യാനാണ്?" "ഒരു കാര്യം ചെയ്യൂ. അങ്ങ് ഈ വസ്ത്രങ്ങൾ അടുത്ത രാജ്യത്തെ രാജകുമാരന് സമ്മാനിച്ചോളൂ," ഒരു കൂട്ടുകാരൻ പറഞ്ഞു. രാമാനന്ദൻ ആ വസ്ത്രങ്ങൾ വ്യാപാരിയുടെ കയ്യിൽ അടുത്ത രാജ്യത്തെ രാജകുമാരന് കൊടുത്തുവിട്ടു. പട്ടുവസ്ത്രങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട രാജകുമാരൻ തൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും നല്ല കുറേ കുതിരകളെ തിരികെ സമ്മാനമായി കൊടുത്തു. രാമാനന്ദൻ ഒട്ടും മടിക്കാതെ അതെല്ലാം രാജകുമാരിക്കും കൊടുത്തയച്ചു. ഇത്രയും നല്ല കുതിരകളെ ആരാണ് തനിക്ക് സമ്മാനമായി കൊടുത്തത് എന്നറിയാൻ രാജകുമാരി വ്യാപാരിയോട് ചോദിച്ചു. രാമാനന്ദൻ ഒരു കൂലിപ്പണിക്കാരൻ ആണ് എന്നറിഞ്ഞതോടെ രാജകുമാരി പറഞ്ഞു: "ഒരു കൂലിപ്പണിക്കാരന് എൻ്റെ കയ്യിലുള്ള പണത്തിനൊപ്പം പിടിക്കാൻ സാധിക്കുമോ?" രാജകുമാരി ഉടനെ 10 കഴുതകളുടെ പുറത്ത് നിറയെ വെള്ളി രാമാനന്ദന് സമ്മാനമായി കൊടുത്തുവിട്ടു. ഇത്രയും പണം സൂക്ഷിക്കുന്ന കാര്യം രാമാനന്ദന് ഓർക്കാൻ പോലും വയ്യായിരുന്നു. പതിവ് പോലെ ആ സമ്മാനവും അടുത്ത രാജ്യത്തെ രാജകുമാരന് തന്നെ പോയി. "ഇനിയും ഇത്ര വിലപിടിപ്പുള്ള സമ്മാനമോ? ഇത് നമുക്ക് തരുന്ന വ്യക്തി ആരാണ്?" രാജകുമാരൻ ചോദിച്ചു. "അയൽ രാജ്യത്തെ രാമാനന്ദൻ എന്ന ഒരു കൂലിപ്പണിക്കാരനാണ്," വ്യാപാരി അറിയിച്ചു. "ഓഹോ, അയാൾക്ക് എത്രയായാലും എന്നോട് സമ്പത്തിൻ്റെ കാര്യത്തിൽ കിടപിടിക്കാനാകുമോ?" രാജകുമാരൻ ആശ്ചര്യപ്പെട്ടുപോയി. ഉടനെ തന്നെ രാജകുമാരൻ 20 കാളവണ്ടി നിറയെ മുത്തും പവിഴവും രാമാനന്ദന് സമ്മാനമായി കൊടുത്തു. സമ്മാനങ്ങൾ എത്തിയ ഉടനെ രാമാനന്ദൻ അത് രാജകുമാരിക്കും അയച്ചു കൊടുത്തു. വിലപിടിപ്പുള്ള ഇത്രയധികം മുത്തും പവിഴവും കണ്ടതോടെ രാജകുമാരി അത്ഭുതം കൊണ്ട് വാ പൊളിച്ചുപോയി. ഇത്രമാത്രം ധനവാനായ രാമാനന്ദനെ കാണാൻ തന്നെ രാജകുമാരി തീരുമാനിച്ചു. രാമാനന്ദൻ്റെ വീട്ടിലേക്ക് രാജകുമാരി പുറപ്പെട്ടു. അയൽ രാജ്യത്തെ നമ്മുടെ രാജകുമാരനും ഇതെല്ലാം ആലോചിച്ച് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. തനിക്ക് ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തയച്ച രാമാനന്ദനെ കാണുക തന്നെ അദ്ദേഹവും പുറപ്പെട്ടു. രാമാനന്ദൻ്റെ വീട്ടിലെത്തിയ രാജകുമാരൻ രാജകുമാരിയും അപ്പോഴാണ് പരസ്പരം കാണുന്നത്. സംഭവിച്ച കഥകൾ കേട്ട് രണ്ടുപേരും അത്ഭുതപ്പെട്ടു. രാജകുമാരനും രാജകുമാരിയും പരസ്പരം സ്നേഹത്തിലായി. കുറച്ചു ദിവസങ്ങൾക്കകം അവരുടെ വിവാഹവും നടന്നു. രാജകുമാരനും രാജകുമാരിയും തങ്ങളുടെ കൂടിച്ചേരലിന് കാരണക്കാരനായ രാമാനന്ദന് വലിയ ഒരു പെട്ടി നിറയെ സ്വർണവും മുത്തും പവിഴങ്ങളും കൊടുത്തയച്ചു. കൊട്ടാരം പടയാളികൾ കൊണ്ടുവന്നു വച്ച പെട്ടി നോക്കി പാവം രാമാനന്ദൻ പരവശനായിപ്പോയി. ഒരു ചെറിയ കുടുക്കയിലെ നാണയങ്ങൾ തന്നെ എനിക്ക് വലിയ ഒരു ഭാരമായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വലിയ പെട്ടി നിറയെ സ്വർണവും മറ്റും എങ്ങനെ സൂക്ഷിക്കാനാണ്? രാമാനന്ദൻ തലയിൽ കൈയും വെച്ചിരിക്കുന്നതു കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് പടയാളികൾ തിരികെ പോയത്.
ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്തവന് അത് വലിയ ഭാരമായി മാറും. എന്നാൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നായി മാറും. സമ്പത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി ലഭിക്കുമ്പോഴാണ് അത് അനുഗ്രഹം ചൊരിയുന്ന ഒന്നായി മാറുന്നത്. എന്നാൽ ധനസമ്പാദനം ആർത്തിയായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി സമൂഹത്തിന് ഭാരമായി മാറുകയും ചെയ്യും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷംഗൻ, വിശുക്രൻ എന്നിവർ ഭണ്ഡാസുരൻ്റെ സഹോദരന്മാരാണ്. ശ്രീ പരമേശ്വരൻ്റെ വരപ്രസാദം കൊണ്ട് സർവശക്തനായി തീർന്ന അസുരൻ തൻ്റെ വലത്തെ തോളിൽ നിന്ന് വിശുക്രനെയും ഇടത്തെ തോളിൽ നിന്ന് വിഷംഗനെയും സൃഷ്ടിച്ചു. പുരാ ഭണ്ഡാസുരോ നാമ സർവദൈത്യശിഖാമണി പൂർവദേവാൻ ബഹുവിധാന്യ സ്രഷ്ടും സ്വേച്ഛയാ പടു. വിശുക്രം നാമ ദൈതേയ വർഗസംരക്ഷണക്ഷമം ശുക്രതുല്യവിചാരജ്ഞം ദക്ഷാംസേന സസർജസ വാമാംസേന വിഷംഗം ച സൃഷ്ടവാൻ ഭ്രാതരാവുഭൗ. ഒരിക്കൽ ഭണ്ഡാസുരൻ പലതരം അസുരന്മാരെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചു. അവൻ്റെ വലത്തെ ചുമലിൽ നിന്നും വിശുക്രനെ സൃഷ്ടിച്ചു. അവൻ ദൈത്യസംഘത്തെ രക്ഷിക്കുന്നതിന് ശക്തിയുള്ളവനായിരുന്നു. ദൈത്യകുലത്തിൻ്റെ ആചാര്യനായ ശുക്രാചാര്യർക്ക് തുല്യമായ ബുദ്ധിശക്തി ഉള്ളവനായിരുന്നു വിശുക്രൻ. ഇടത്തെ ചുമലിൽ നിന്നാണ് വിഷംഗനെ സൃഷ്ടിച്ചത്. ഈ വിശുക്രൻ, വിഷംഗൻ എന്നിവരെ ഭണ്ഡാസുരൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നു. ഭണ്ഡാസുരൻ്റെ സൈന്യത്തിൻ്റെ നേതാക്കളായ ഇവർ രണ്ടുപേരും ഒരുമിച്ച് മഹാദേവിയുടെ ശക്തി സൈന്യത്തെ ആക്രമിച്ചു. മന്ത്രിണി ദേവിയും ദണ്ഡനാഥാദേവിയും തങ്ങളുടെ കിരിചക്രം, ഗേയചക്രം എന്നീ രഥങ്ങളിൽ അവരെ നേരിട്ടു. ദണ്ഡനാഥാദേവി, അതായത് വാരാഹി ദേവി, വിശുക്രനെയും മന്ത്രിണിയായ ശ്യാമളാംബികാദേവി വിഷംഗനെയും വധിച്ചു. മന്ത്രിണി ദേവി വിഷംഗനെ നിഗ്രഹിച്ചത് കണ്ട് സന്തോഷിച്ച ലളിതാ പരമേശ്വരി ദേവിയെയാണ് ലളിതാ സഹസ്രനാമത്തിലെ 75 മന്ത്രമായ മന്ത്രിണ്യംബാവിരചിത വിഷംഗവധതോഷിത എന്ന നാമത്തിലൂടെ വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. മന്ത്രിണ്യംബയാൽ, ശ്യാമളാദേവിയാൽ വിരചിതമായ, ചെയ്യപ്പെട്ട വിഷംഗവധത്തിൽ, വിഷംഗൻ്റെ വധത്തിൽ തോഷിതയായവൾ, സന്തോഷിക്കുന്നവൾ. ശ്യാമളാദേവി വിഷംഗനെ വധിച്ചതിൽ സന്തോഷിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. വിഷംഗ എന്ന പദത്തെ വി അധികം സംഗ എന്ന് വ്യാഖ്യാനിച്ചാൽ സത്സംഗത്തിന് വിരുദ്ധമായത് എന്ന അർത്ഥമാണ് ലഭിക്കുക. ജീവാത്മാവ് ധർമ്മത്തിന് വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. എന്നാൽ അമ്മയുടെ ഭക്തനെ മന്ത്രശക്തി സംരക്ഷിക്കുന്നു. അങ്ങനെ ആത്മാവ് സന്തോഷിക്കുകയും ചെയ്യുന്നു. വിശുക്രൻ എന്ന അസുരനെ ദണ്ഡനാഥ എന്നുകൂടി പേരുള്ള വാരാഹി ദേവി വധിച്ചതിൽ സന്തോഷിച്ച ലളിതാദേവിയെ അടുത്ത മന്ത്രമായ, അതായത് 76 മന്ത്രമായ വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിത എന്ന നാമത്തിൽ വാഗ്ദേവതകൾ കാണിച്ചു തരുന്നു. വിശുക്രൻ്റെ പ്രാണങ്ങളെ ഹരിച്ച, വിശുക്രനെ വധിച്ച വാരാഹി ദേവിയുടെ വീര്യത്തെ അഭിനന്ദിക്കുന്നവൾ എന്നാണ് നാമമന്ത്രത്തിൻ്റെ അർത്ഥം. വിശുക്രൻ്റെ ജീവനെ അപഹരിച്ച വാരാഹി ദേവിയുടെ ശക്തി കണ്ട് സന്തോഷിച്ചവളാണ് ലളിതാ പരമേശ്വരി ദേവി. ഭണ്ഡാസുരൻ വലത്തെ ചുമലിൽ നിന്നും ജനിപ്പിച്ച വിശുക്രൻ ശുക്രാചാര്യർക്ക് തുല്യനായിരുന്നു. ഭണ്ഡാസുരൻ അവനെ സഹോദരനായി കരുതി സേനാനായകനാക്കി. അമ്മയുടെ ദണ്ഡനാഥ എന്ന സേനാനായിക, അതായത് വാരാഹി ദേവി, അവനെ വധിച്ചു. ശുക്രൻ എന്നാൽ തേജസ് എന്നും വി എന്നാൽ ധർമ്മത്തിൽ നിന്നും വിട്ടുപോയത് എന്നും അർത്ഥമുണ്ട്. തേജസ് വിരുദ്ധമായി പ്രവർത്തിച്ച് ആത്മാവിൻ്റെ ഉയർച്ചയെ തടയുന്നു. ബാലാദേവി ആണവാദി മലങ്ങളെയൊക്കെ നീക്കുന്നു. മന്ത്രിണി ദേവി പരിശുദ്ധമായ മനസ്സിൻ്റെ ചഞ്ചലം മാറ്റുന്നു.
മനനത്തിൽ നിലനിർത്തിക്കൊണ്ട് തേജസ്സിന് എതിരായിട്ടുള്ള അഹങ്കാരത്തെ എതിർക്കുന്നു. എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന ഭാവം തന്നെയാണ് ആത്മചൈതന്യത്തെ മറയ്ക്കുന്ന മായാശക്തി. അമ്മയുടെ പ്രസാദം കൊണ്ട് വാരാഹി ദേവി ആ മായാശക്തിയെ നശിപ്പിക്കുന്നു. അഹംഭാവം മാറി മായാശക്തി ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലളിതാ പരമേശ്വരിയാകുന്ന പരമാത്മദർശനം സാധ്യമാവും. മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരും. അങ്ങനെ ആത്മാവ് സന്തോഷിക്കുന്നു. ഇപ്രകാരവും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ഓം മന്ത്രിണ്യംബാവിരചിത വിഷംഗവധദോഷിതായേ നമഃ. ഓം ഓം ഹ്രീം മന്ത്രിണ്യംബാവിരചിത വിഷംഗവധദോഷിതായേ നമഃ. അടുത്ത മന്ത്രം. ഓം വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിതായൈ നമഃ. ഓം ഓം ഹ്രീം വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിതായൈ നമഃ. ഒരുമിച്ച് ജപിക്കാവുന്ന 2 മന്ത്രങ്ങളാണിവ. ശ്യാമളാദേവിയും വാരാഹി ദേവിയും ഭക്തരുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്നുകൊണ്ട് സുരക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. അക്ഷരാർത്ഥത്തിൽ ശത്രു സംഹാരത്തിന് ഈ മന്ത്രം അത്യുത്തമമാണ്. വാരാഹി, ശ്യാമള എന്ന 2 ദേവിമാരെയും അതോടൊപ്പം ലളിതാ പരമേശ്വരി ദേവിയെയും ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് സാധ്യമാകാത്ത ആഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല. കൂടാതെ അതീവ ജാഗ്രതയോടുകൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന ഭക്തരെ അമ്മ സംരക്ഷിക്കുകയും ചെയ്യും. വാരാഹി മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ മാന്ത്രിക കർമ്മങ്ങളും ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.